ഔലിയാക്കന്മാരുടെ യഥാർത്ഥ നേതാക്കന്മാരിൽ ഒരാളാണല്ലോ അബൂബക്കറും ഫിൽ ജന്ന. ജീവിച്ചിരിക്കുന്ന കാലത്ത് വാഗ്ദാനം പറഞ്ഞു അബൂബക്കർ സ്വർഗാവകാശിയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ പിന്നീട് പതുക്കെ ശബ്ദമുയർത്തി ഖുർആൻ ഇങ്ങനെ മനോഹരമായി ഓതാൻ തുടങ്ങി. പുറത്തുള്ള പല ആളുകളും ഇത് കേൾക്കാൻ തുടങ്ങി. ഇസ്ലാമിനെ എതിർക്കുന്ന ശത്രുക്കളും വിമർശിക്കുന്നവർ വരെ ഖുർആനിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോ അവർ അടുത്ത് വന്നിരുന്ന് സാഗൂതം അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പലരുടെയും മനസ്സിൽ നല്ല കുളിർമഴ പെയ്യാൻ തുടങ്ങി. ഖുർആൻ അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടുത്തെ നേതാക്കന്മാര് അബൂജഹൽ അടക്കമുള്ളവർ പ്രഖ്യാപിച്ചൊരു വാക്കുണ്ട്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. നിങ്ങൾ ഒരാളും ഖുർആൻ കേട്ടുപോകരുത്, കേൾക്കാനേ പോകരുത്. കേട്ടാൽ പിഴക്കും, കേട്ടാൽ പുത്തൻവാദിയാകും, കേട്ടാൽ തന്നെയും നിങ്ങൾ നശിക്കും, നരകത്തിലാകുമെന്ന് ഇന്ന് ഭയപ്പെടുത്തുന്ന പോലെ അന്ന് അബൂജഹൽ പറഞ്ഞ വാക്കാണ് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. നിങ്ങൾ ഒരാളും ഖുർആൻ കേട്ടുപോകരുത്. ഇനി അങ്ങനെ വല്ല സദസ്സും എവിടെങ്കിലും ഉണ്ടെങ്കിൽ വൽഗൗ ഫീ, അവിടെ ചെന്ന് ബഹളമുണ്ടാക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. നമുക്ക് ജയിക്കണോ? നമ്മൾ ഇപ്പോഴുള്ള പൊട്ടത്തരങ്ങളുമായി ഇനി കുറെ കാലം ജീവിക്കണോ? ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത്.